ഞാൻ പറഞ്ഞു ഇന്നത്തെ കാലഘട്ടത്തിൽ മിനിമം ഒരു 50 ലക്ഷം തൊട്ട് ഒരു 1 കോടി രൂപ വരെയുള്ള ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് നമുക്ക് വേണം എന്ന് പറഞ്ഞു. എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല അല്ലെ. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് പോളിസികളിൽ പലപ്പോഴും ക്യുമുലേറ്റീവ് ബോണസ് എന്ന് പറയുന്നൊരു ഫീച്ചർ കൂടി വരുന്നുണ്ട്. അത് നോ ക്ലെയിം ബോണസിന് പകരമായിട്ട് വരുന്ന ഫീച്ചറാണ്. ക്യുമുലേറ്റീവ് ബോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർഷം കൂടും തോറും നമുക്ക് നമ്മുടെ സം ഇൻഷുർഡ് ഡബിൾ ചെയ്തുകൊണ്ടിരിക്കും, 100% കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു 10 ലക്ഷം രൂപയുടെ കവറേജ് എടുത്തിരിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരു 5 വർഷം കഴിയുമ്പോൾ അവരുടെ കവറേജ് 50 ലക്ഷം രൂപയാവും. ഒരു 10 വർഷം കഴിയുമ്പോൾ അത് 1 കോടി രൂപയാവും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ സം ഇൻഷുർഡ് കൂടിക്കൊണ്ടിരിക്കും. ഇത് ക്ലെയിം വന്നാലും വന്നില്ലെങ്കിലും കൂടുന്നതായിരിക്കും. അപ്പോൾ ഇത്തരം ഫീച്ചേഴ്സൊക്കെ ഉള്ള പ്ലാൻ എടുത്താലും മതിയാവും. ഇപ്പോൾ നമുക്ക് പെട്ടെന്നൊരു 50 ലക്ഷം രൂപയുടെ പോളിസി എടുക്കാൻ പറ്റില്ലെങ്കിൽ പോലും ഒരു സാധാരണ ഒരു 10 ലക്ഷം രൂപയുടെ പോളിസി എടുത്തിട്ട് എല്ലാ വർഷവും അത് റിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രാജ്വലി ഒരു 5 വർഷം കഴിയുമ്പോൾ 10 വർഷം കഴിയുമ്പോൾ ഒരു ക്ലെയിം എടുക്കേണ്ട ഒരു ആവശ്യം വരുമ്പോഴേക്കും നിങ്ങൾക്കതൊരു ആവശ്യത്തിനുള്ളൊരു സം ഇൻഷുർഡിലേക്ക് അത് വളർന്ന് വരികയും ചെയ്യും. അപ്പോൾ ഇത്തരം ആഡ് ഓൺസ് ഒക്കെ നമ്മുടെ പോളിസിയിൽ ഉൾപ്പെടുത്താനും എപ്പോഴും ശ്രമിക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആഡ് ഓൺ ആണ് റീസ്റ്റോറേഷൻ. അത് ചില പോളിസികളിൽ ഇൻബിൽഡ് ആയിട്ട് വരുന്നുണ്ട്, ചില കമ്പനികളുടെ പോളിസികളിൽ അത് നമ്മൾ ആഡ് ഓൺ ആയിട്ട് ചേർക്കണം. റീസ്റ്റോറേഷൻ ഫെസിലിറ്റി, അതായത് ഒരു വർഷത്തിൽ നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന് 10 ലക്ഷം രൂപയുടെ കവറേജാണ്, 10 ലക്ഷം രൂപയുടെ ക്ലെയിം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അതേ വർഷം വീണ്ടും ഫാമിലിയുള്ള സെയിം വ്യക്തിക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികൾക്കോ ഒരു ക്ലെയിം എടുക്കേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ വീണ്ടും 10 ലക്ഷം രൂപ നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് ഈ റീസ്റ്റോറേഷൻ എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി നമ്മുടെ പോളിസിയിൽ ഉണ്ടെങ്കിലാണ് അത്തരം ക്ലെയിം ചെയ്യാനായിട്ടും നമുക്ക് സാധിക്കുക. അപ്പോൾ അത്തരം ഫെസിലിറ്റീസ് നമ്മുടെ പോളിസിയിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക.